ഓൾ ദിസ് ഇസ് കോക്ക്. ആരെ കെട്ടിക്കാനാണ്, ആരെ കെട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ് സ്ത്രീയെ നിങ്ങൾ ഈ സിനിമ എടുത്തത്? രാജി രവി ആരെ കെട്ടിക്കാനാണ്? സ്ക്രിപ്റ്റ് കത്തിച്ച് കളണെന്ന് പറഞ്ഞു, മണിരത്നത്തെ കൊള്ളൂല, ശ്രീനിവാസനെ കൊള്ളൂല. ആരെ കെട്ടിക്കാനാണ് ഈ അപരാധം, ഈ കാട്ടപരാധം പടച്ചു വിട്ടത്? എത്ര പൈസ? ലാസ്റ്റ് കുറെ കോമാളികൾ വരുവാണ്. ഇതൊരു കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹൻദാസ് സ്ത്രീ ആരെ കെട്ടിക്കാനാണ് നിങ്ങൾ ഇത്രയും കാശ് ഇറക്കി വിട്ടത്? യാ മോനെ, യാഷ് താടിയുണ്ട്, ലുക്കുണ്ട്, കറക്റ്റ് കരടിനീയുടെ പരസ്യം. കരടിനീയുടെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതായത് ഒരു ബാർബർ ഷോപ്പ്, ഒരു സലോൺ, ഒരു മറ്റെന്താ പറയുക താടി, അതിൻ്റെ ഏഡിൽ അഭിനയിക്കുന്ന ലുക്കാണ് ഇതിൽ യാഷിന്. എന്നിട്ട് ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? ഇയാൾ ആരൊക്കെയോ വെടിവെക്കും. ഇയാൾ വെടിവെക്കും രണ്ട് തരത്തില. ഒന്ന് തോക്കെടുത്ത് വെടിവെക്കും, രണ്ട് സ്ത്രീകളെയും വെടിവെക്കും. ഇത് ഏപ്പടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എന്നിട്ട് ഇതിൽ ആരൊക്കെയാ ഉള്ളത്? ഖൈറ അദ്വാനി, രുക്മിണി വസന്ത്, പിന്നെ നയൻതാര ഇയാളുടെ ചേച്ചിയാണ്. ഓക്കെ, ഐ അഗ്രി വിത്ത് ദാറ്റ്. അത് മാത്രം എനിക്ക് ഐ അഗ്രി വിത്ത് ദാറ്റ്. പിന്നെ അതൊക്കെ പോട്ടെ, ഇതെല്ലാം പോരായിട്ട് പണ്ട് മമ്മൂക്കൻ്റെ വയറ്റിൽ സീഡി വെച്ച് പ്ലാസ്റ്റിക് നടത്തിയ ഹുമ ഖുറേഷി പറയുന്നതിനകത്തുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. യാഷ് വരുന്നു, വെടിവെക്കുന്നു, യാഷ് വരുന്നു, വീണ്ടും വെടിവെക്കുന്നു. അതായത് ഷേക്സ്പിയർ പണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് പുട്ട് ഔട്ട് ദ ലൈറ്റ് എന്ന്. അതായത് മറ്റേ ഇതിൽ പറഞ്ഞേക്കുന്ന ജയരാജ് ഒതല്ലോ എടുത്തല്ലോ, മലയാളം ഒതല്ലോ ഷേക്സ്പിയർ പറഞ്ഞ പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് പുട്ട് ഔട്ട് ദ ലൈറ്റ്. ആദ്യം ലൈറ്റ് ഓഫ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇയാൾ ലൈറ്റ് ഓഫ് ആക്കി, പിന്നെ അവരെ കൊന്നു എന്നുള്ളതാണ് ഒതല്ലോ പറഞ്ഞേക്കുന്നത്. പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് പുട്ട് ഔട്ട്. അതുപോലെ ആദ്യം വെടിവെക്കുന്നു, വീണ്ടും വെടിവെക്കുന്നു. എന്താണ് വെടിവെപ്പ്? പോക്കെടുത്ത് വെടിവെക്കുന്നു, പിന്നെ ഇയാൾ കളിക്കുന്നു. എന്ത് ആരെ കെട്ടിക്കാനാണ്? എന്താ കാണിക്കുന്നേ? വാട്ട് ദ ഫക്ക് ഐ ആം ആസ്കിങ്. ഇതൊരു ഏപ്പടയുണ്ടോ? എങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നേ. വല്ല തകരാറുണ്ടോ ഗീതു മോഹൻദാസിന്? തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ട്രിപ്പിംഗ് ആണോ? അതോ രാജീവ് രവിക്ക് ട്രിപ്പിംഗ് ആണോ? എന്താണ് കാണിക്കുന്നത് ഇയാൾ? ഈ സിനിമ തുടങ്ങി ഞാൻ പറയാം. ഇത് 3 മണിക്കൂർ പ്ലസ് ഉണ്ട് സിനിമ, 3 hours പ്ലസ് ഉണ്ട് ഈ സിനിമ. ഈ സിനിമ തുടങ്ങിയിട്ടേ യാഷ് വരുന്നു, വെടിവെക്കുന്നു, യാഷ് വരുന്നു, വെടിവെക്കുന്നു. ഇത് രണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. സ്ത്രീകളെ ഇങ്ങനെ പറയാ, നിനക്ക് നോട്ടം എൻ്റെ അരയ്ക്ക് താഴ്പോട്ടാ. ഇത് എഴുതി വെച്ചേക്കാ. അരെ മഹേഷ് കുഞ്ഞുമാനാണോ ഇത് ഡബ് ചെയ്തേക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. മഹേഷ് കുഞ്ഞുമാനാണ്, ഐ എം നോട്ട് ഷുവർ. നല്ല ഡബ്ബിങ് ആയിരുന്നു. ഒരേ തരത്തിലുള്ള വെറുപ്പിക്കൽ. ഇത് യാഷ് വരുന്നു, യാഷിൻ്റെ മോൻ വരുന്നു. അവന് എന്താ വെച്ചാൽ താടിയില്ല, യാഷിന് താടിയുണ്ട്, കളവന് താടിയുണ്ട്, മറ്റേ പുള്ളിക്ക് താടിയില്ല. ഇത് പിന്നെ ഇടയ്ക്ക് നോക്കിയ സമയത്തേ മറ്റേ ഇത് ഫൈറ്റ് ക്ലബൊക്കെ പോലെ ആളെ കാണുന്നില്ല, ആള് വരുന്നു. ലാസ്റ്റ് അന്യായ ട്രിപ്പിംഗ് അണ്ണോ, അന്യായ ട്രിപ്പിംഗ്. സീരിയസ്ലി ഭീകര ട്രിപ്പിംഗ് പരിപാടി. ആരെ കിട്ടിക്കാനാണ് ഗീതു മോഹൻദാസ്? നിങ്ങളുടെ ട്രിപ്പിംഗ് ആണോ നിങ്ങൾ യാഷിനെ വെച്ച് ഊമ്പിച്ചത്? ആരെ കെട്ടിക്ക? ലാസ്റ്റ് നോക്കുമ്പോൾ കോമാളികൾ, അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് കോമാളി പണം കോമാളികൾ കിടന്ന് ഓടോ. മഞ്ഞുമല, യാഷിന്റെ മറ്റേ ഗൺഫയർ. എൻ്റെ പൊന്നെ, ഇതിൽ എത്ര നടിമാരാ! ഖൈറ അദ്വാനി, എത്ര നടിമാരാ! ഹുമ ഖുറേഷി, എത്ര നടിമാരാ! നയൻതാരക്ക് എന്ത് വന്നിട്ട് പറയാ? നയൻതാരക്ക് പ്രസ് മീറ്റിന് ഇവരെ മറ്റേ ഇതിലൊക്കെ വന്ന് പറയാ, ഇവരെ ഖൈറ അദ്വാനിയെ പൊക്കി വിടുവോ? ആരെ കെട്ടിക്കാനാണ് ഇതുപോലെ തീട്ടപ്പണം? ആരെ കെട്ടിക്കാൻ? ഗീതു മോഹൻദാസ് ഇതുപോലെ തീട്ടപ്പണം. ഈ ഒരു ഓണം, മലയാളികൾ ഈ പണം കാണുമൊന്നുമില്ലായിരുന്നു.
ബട്ട് യാഷുണ്ട്, ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഭയങ്കര പണം എന്ന് വെച്ച് കാണാൻ പോയതാണ്. കാണാൻ പോയ എല്ലാ ആൾക്കാരും ഊമ്പി. ആരെ കെട്ടിക്കാനാണ്? നിങ്ങളുടെ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് യാഷിനെ ഊമ്പിച്ചില്ലേ? ഇനി ഇതിലെ ഡയലോഗ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെ കെട്ടിക്കാനാണ് ഈ ഒരു പണം? നിങ്ങൾ പണ്ടൊരു കസബയുടെ സമയത്ത് സെയ്റ്റ് 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 എന്ന് പറഞ്ഞ പാർവതി തിരുവോത്തിനെ ഊമ്പിച്ച സ്ത്രീയാണ് നിങ്ങൾ. ആര്? ഗീതു മോഹൻദാസ്. എന്നിട്ട് അന്ന് നമുക്ക് എന്താ ചെയ്തതിനകത്ത്? മൂപ്പർ ജസ്റ്റ് ഒരു പോലീസുകാരി വന്നു, അവരെന്തോ അപരാധം പറഞ്ഞു, മൂപ്പർ തിരിച്ചൊരു അപരാധം പറഞ്ഞു, അതോടെ കഴിഞ്ഞു. അന്ന് സെയ്റ്റ് പിന്നെ ആരെ കെട്ടിക്കാണ് ഇങ്ങനെ വെടിവെച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ വെടിവെക്കുന്നൊക്കെ ഓക്കെ, ഐ ടേക്ക് ഇൻ നോർമൽ. കളി പരിപാടിയൊക്കെ നടക്കും, ആണുങ്ങളമ്മ കളിക്കും, പല സ്ത്രീകളും കളിക്കും, എല്ലാവരും കളിക്കും, അതൊന്നും വിഷയമല്ല. പക്ഷേ പണ്ട് മമ്മൂക്ക അങ്ങനെ ഒരു കൊണോട്ടേഷനിൽ ഒരു സ്ത്രീ എടുത്ത് സംസാരിച്ച സമയത്ത് അപ്പം യാഷ് രുക്മിണി വാസ്തവനെ കളിക്കുന്നില്ലേ, കൈരാധുവിനെ കളിക്കുന്നില്ലേ? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ അന്ന് സെയ്റ്റ് എന്ന് പറഞ്ഞ പാർവതി തിരുവോത്തിനെ ഒമ്പിച്ചല്ലോ, അതേ നിങ്ങളെടുത്ത പറയണത്. ഇതിൻ്റെ DOP ആരാണ്? ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി നിങ്ങളെ ഭർത്താവ്. ആരാ? രാജരവി. ആരെ കെട്ടിക്കാനാ? അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഊമ്പിക്കോ, ഊഞ്ഞാലാടരുത്. മനസ്സിലായോ? നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോയിട്ട് കന്നഡയിൽ പോയിട്ട് യാഷിനെ വെച്ചിട്ട് ഇതെന്താ ഇത്? യാഷിന് ഇൻട്രോ എന്നാ പമ്പ് ചെയ്തിട്ടടിക്കുന്നു? അതാണോ നിങ്ങളുടെ കോൺസെപ്റ്റ്? അതാണോ? അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇതാക്കാൻ നോക്കിയത്? സന്തോഷ് പണ്ഡിറ്റിൻ്റെ കൃഷ്ണനും രാധയുടെ നിലവാരം പോലും ഇല്ലാത്ത KVN എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ ഇത്രയും ഊമ്പിച്ച് വിട്ട, ആരെ കെട്ടിക്കാനാ ഇത്രയും ഊമ്പിച്ച് വിട്ട ഗീതു മോഹൻദാസിൻ്റെ ഒരു ഇന്ത്യയിൽ തന്നെ ഇത്രയും ബജറ്റ് ഇറക്കിയിട്ട് ഏറ്റവും ബജറ്റ് ഊമ്പിച്ച് വിട്ട ഒരു കാട്ടവരാധിച്ച സിനിമ, ആരെ കെട്ടിക്കാനാ?